Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ള് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ടെക് ഇൻഫോർമേഷൻ എപ്പോഴും അജയ് ടെക് ടിപ്സ് ആയിരിക്കും മുമ്പിൽ. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ഇൻ മലയാളമാണ്. ആദ്യമായിട്ട് ഒരു മലയാളി വ്ളോഗർ ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യണം ഞാനാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. വാട്സപ്പ് തുടങ്ങിയ മുതൽ ഇന്നലെ വരെ ഫുള്ള് അപ്ഡേറ്റഡ്. കാരണം അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരിക. പ്രത്യേകിച്ച് നമ്മുടെ സുക്കറണ്ണൻ വാട്സപ്പ് ടേക്കപ്പ് ചെയ്തതിന് ശേഷം, മെറ്റ ഏറ്റെടുത്തതിന് ശേഷം എന്താണ് ഓരോ ദിവസം പുതിയ അപ്ഡേറ്റ്. അപ്പൊ പണ്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് വ്യൂ വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു. പിന്നീട് അവർക്ക് അതെടുത്ത് കുത്തിപ്പൊക്കി വരാൻ പറ്റില്ല. അത് എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം മാത്രം ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തു. അതിനെയാണ് നമ്മൾ പറയാ വ്യൂ വൺസ് എന്ന്. പക്ഷെ അവിടെയും ഞാൻ അജയ് ടെക് ടിപ്സിലൂടെ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വ്യൂ വൺസ് ആണെങ്കിൽ ആ കാണുന്ന നേരത്തെ വേറൊരു സിമ്പിൾ ആണ് അവിടെ കാണാൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൂടെ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്തൂടെ. അതിനുള്ള മറുപടി സുക്കറണ്ണൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് ഇനി വരുന്ന ഒരു ബീറ്റ അപ്ഡേറ്റിലൂടെ ഇനി മുതൽ നമുക്ക് വ്യൂ വൺസ് എന്ന് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയാൽ കിട്ടില്ല മക്കളെ, ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വ്യൂ വൺസില് സ്ക്രീൻഷോട്ട് ബ്ലോക്ക് ചെയ്തു. പക്ഷെ എന്നാലും നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്, അത് എനിക്കറിയാം. പക്ഷെ ഒരു പക്ഷേ തന്നെയാണ് അത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ബാക്കിയും കൂടെ അവർ ഇംപ്രൂവ് ചെയ്യണമെന്നേ പറയുള്ളൂ. പക്ഷെ ആസ് ഇറ്റ് ഈസ് വ്യൂ വൺസ് ഒരു പ്രാവശ്യം കാണാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ചെയ്യും. ആ നേരത്തെ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെയാണ് വാട്സപ്പ് എന്ന് കിട്ടിയ വാംപീറ്റിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. ഇനി അത് വന്നതിന് ശേഷം വേണം നമുക്ക് ചെക്ക് ചെയ്യാനും, നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പൊ വാട്സപ്പ് വെബ്, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പ് വെബ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വിൻഡോസിന്റെ സ്നിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ C1s നിൽക്കൂ എന്നുള്ള ഒരു ചോദ്യം വാട്സപ്പ് ടീമിന് ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.